നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. ഒരടിമ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം നമസ്കാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. അല്ലാഹു തആലയുമായുള്ള രഹസ്യ സംഭാഷണമാണ് അത് എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ നബിമാരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവിൻ്റെ നബിമാർ വ്യത്യസ്ത കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരായ നബിമാർ ആ കാലത്ത് അല്ലാഹു നിശ്ചയിച്ച രൂപത്തിലുള്ള നമസ്കാരം നിർവഹിച്ചവരും അതിനുവേണ്ടി ജനങ്ങളോട് കൽപ്പിച്ചവരുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഭാര്യ ഹാജറിനെയും ഇസ്മായിൽ എന്ന ചോരപ്പൈതലിനെയും ആരാരുമില്ലാത്ത വിജനതയിൽ ഉപേക്ഷിച്ചു പോരുമ്പോ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു തആല സൂറത്തു ഇബ്രാഹിമിന്റെ 37-ാമത്തെ ആയത്തിൽ നമ്മെ അറിയിക്കുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, എൻ്റെ മക്കളെ ഒരു കൃഷിയോ ഒന്നുമില്ലാത്ത ഭൂമിയിൽ ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ്. ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുക്കൽ എന്നാണ്. ഈ ആയത്ത് വിശദീകരിച്ച് ചില പണ്ഡിതന്മാര് പറയുന്നത് കഅബ ആദ്യമേയുണ്ട്. ആ കഅബയുടെ പുനർനിർമ്മാണം നിർവഹിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും ചെയ്തത് എന്നാണ്. ആ ഒരു സ്ഥലത്ത് ആ ഭവനത്തിന്റെ അടുക്കൽ റബ്ബേ, ഞാനിതാ അവരെ ഉപേക്ഷിച്ചു പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? റബ്ബനാ ലിയുഖീമുസ്സലാ, റബ്ബേ, അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയിട്ട്. ഫജഅൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വി ഇലൈഹിം, ജനഹൃദയങ്ങളെ അവരിലേക്ക് നീ ചായ്വുള്ളതാക്കണമേ. വർസുഖുഹും മിനസ്സമറാത്ത്, ഏറ്റവും വിശിഷ്ടമായ കായ്ക്കനികൾ നീ അവർക്ക് ഉപജീവനമായി നൽകുകയും ചെയ്യണമേ. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുവാൻ വേണ്ടി. സൂറത്തു ഇബ്രാഹിമിന്റെ 37-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഅഹിദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തുഹിറാ ബൈതിയ ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഞാൻ ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും കൽപ്പിച്ചു. എന്താണ്? എന്റെ ഭവനം നിങ്ങൾ വൃത്തിയാക്കണം. ലിത്വായിഫീന, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റുകൂഉം സുജൂദും ചെയ്ത് നമസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ കഅബയെ വൃത്തിയാക്കണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാമിനോടും അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. സമാനമായ ആയത്ത് സൂറത്തു ഹജ്ജിന്റെ 26-ൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നമസ്കാരത്തെ പറ്റി അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന തന്നെ റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി, റബ്ബേ, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണമേ എന്നാണ്. നമ്മൾ എപ്പോഴെങ്കിലും അത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം മുറ പോലെ തെറ്റാതെ നിർവഹിക്കുന്ന ആളുകളാക്കി മാറ്റണേ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കുകയും ചെയ്യണമേ എന്നാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ 40-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഇനി യൂനുസ് അലൈഹിസ്സലാമിന്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ട സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. യൂനുസ് അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയതും അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ചതും അദ്ദേഹം രക്ഷപ്പെട്ടതും വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ നമ്മെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയായിലും സൂറത്തു സ്വാഫാത്തിലും വേറെയും ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. സൂറത്തു സ്വാഫാത്തിന്റെ 43-44 ആയത്തുകൾ നമുക്ക് കാണാം. അല്ലാഹു തആല പറയുന്നു, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം മുസബ്ബിഹീങ്ങളിൽ പെട്ടവനായിരുന്നില്ലെങ്കിൽ. അതിന്റെ തഫ്സീറിൽ സഹാബിമാരും താബിഈകളും ഒക്കെ പറഞ്ഞത് അദ്ദേഹം നമസ്കരിക്കുന്ന ആളായിരുന്നില്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കഴിയേണ്ടി വരുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും അത് അദ്ദേഹത്തിന്റെ ഖബറായി മാറുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അദ്ദേഹം രക്ഷപ്പെടാനുള്ള കാരണമായി കൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുന്നത് അദ്ദേഹം മുസബ്ബിഹീങ്ങളിൽ പെട്ടവനാണ്, അഥവാ അദ്ദേഹം നമസ്കരിക്കുന്ന ആളായിരുന്നു. തനിക്ക് ഐശ്വര്യമുള്ള സന്ദർഭത്തിൽ, അനുഗ്രഹമുള്ള സാഹചര്യങ്ങളിൽ റബ്ബിനെ ഓർത്ത് അവന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളായത് കൊണ്ട് തന്നെ അദ്ദേഹം അനുഭവിച്ച ആ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇനി ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സാദിഖൽ വഅദി വ കാന റസൂലൻ നബിയ. വേദത്തിൽ ഇസ്മായിലിനെ പറ്റിയുള്ള പരാമർശം നീ ഓർക്കുക. തീർച്ചയായും അദ്ദേഹം വാഗ്ദത്തം പാലിച്ചയാളും നബിയും റസൂലുമായിരുന്നു. വ കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, തന്റെ കുടുംബത്തോടെ നമസ്കാരത്തെ കൊണ്ടും സകാത്തിനെ കൊണ്ടും കൽപ്പിച്ച ആളായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. വകാന ഇൻദ റബ്ബിഹി മർദിയ, തന്റെ റബ്ബിന്റെ തൃപ്തി നേടിയ ആളുമാകുന്നു അദ്ദേഹം എന്ന് അല്ലാഹു തആല സൂറത്തു മറിയമിന്റെ 54-55 ആയത്തുകൾ നമ്മെ അറിയിക്കുന്നുണ്ട്. ഇനി ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്തതികളെയും സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത്. അവരെ നാം നമ്മുടെ കൽപ്പന പ്രകാരം ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരാക്കിയിരിക്കുന്നു. വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് വകാനൂ ലനാ ആബിദീൻ. നന്മ കൊണ്ട് നാം അവരോട് കൽപ്പിച്ചിരുന്നു. നമസ്കാരം മുറ പോലെ നിർവഹിക്കുവാനും സക്കാത്ത് നൽകുവാനും നാം അവരോട് കൽപ്പിച്ചിരുന്നു. അവർ നമുക്ക് വിനയാന്വിതരായ ഇബാദത്തുകൾ അർപ്പിക്കുന്ന ആളുകളുമായിരുന്നു എന്ന് സൂറത്തുൽ അംബിയാഇന്റെ 73-ാമത്തെ ആയത്തിൽ അല്ലാഹു അറിയിക്കുന്നു. മഹാനായ ശുഐബ് അലൈഹിസ്സലാം ജനങ്ങളോട് കൃത്യമായി തൗഹീദ് പറഞ്ഞു. അല്ലാഹുവിന് പുറമെ അവരാരാധിക്കുന്നതിനെ ആരാധിക്കരുത് എന്നും അതൊക്കെ ദുർമൂർത്തികളാണെന്നും നിങ്ങൾ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും മറ്റുള്ളവയെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ സാമ്പത്തിക രംഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോ തികച്ചു വാങ്ങുകയും അവർക്ക് കൊടുക്കുമ്പോ കമ്മി വരുത്തുകയും ചെയ്യുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് ഗൗരവമായ താക്കീത് നൽകിയപ്പോ ആ ജനങ്ങൾ ശുഐബ് അലൈഹിസ്സലാമിനോട് ചോദിച്ചത്, ഖാലു യാ ശുഐബു, ഓ ശുഐബ്, അസ്സലാതുക തഅമുറുക, നിന്റെ നമസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത്? അന്നതുറുക മാ യഅബുദു ആബാഉനാ, ഞങ്ങളുടെ പിതാക്കളൊക്കെ ആരാധിച്ച ഈ ആരാധ്യന്മാരെ കൈയൊഴിയണമെന്ന് നിന്നെ കൽപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ?
ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാഉ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഞങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കണം, അതിനെതിരെ ശബ്ദിക്കണമെന്ന് നിന്നോട് കൽപ്പിക്കുന്നത് നമസ്കാരമാണോ? ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്, നിന്നെ ഞങ്ങൾ വലിയ വിവേകിയും നേർമാർഗിയുമായിട്ടാണല്ലോ കാണുന്നത് എന്ന് അവർ പരിഹസത്തോടു കൂടി പറയാണ്. ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക, നമസ്കാരമെന്ന കർമ്മം തിന്മയെ എതിർക്കുവാൻ നിനക്ക് പ്രേരകമാകുന്നുണ്ടോ എന്ന് ആ നിഷേധികളായ ആളുകള് ശുഐബ് അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമസ്കരിക്കുന്ന ഒരാളെ തിന്മ ചെയ്യില്ലെന്ന് മാത്രമല്ല, നന്മ ചെയ്യുമെന്ന് മാത്രമല്ല, തിന്മയെ എതിർക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുമെന്ന് കൂടി ആ ജനങ്ങൾ പോലും മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് അല്ലാഹു തആല അറിയിച്ചു തരുന്നുണ്ട് സൂറത്ത് ഹൂദിന്റെ 87-ാമത്തെ ആയത്തിലൂടെ. മൂസാ അലൈഹിസ്സലാമിന് ആദ്യമായി വഹി ലഭിക്കുന്ന രംഗം നമുക്കറിയാം. അദ്ദേഹം ഒരു തീ കണ്ടു. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ, എനിക്ക് എന്റെ തീ കത്തിച്ചെടുക്കാമല്ലോ, അല്ലെങ്കിൽ വഴി പറയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് മൂസ അലൈഹിസ്സലാം അങ്ങോട്ട് പോയപ്പോ അവിടുന്ന് ഓ മൂസ എന്ന് പറഞ്ഞൊരു വിളിയാളമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വഹി നൽകുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നനീ അനല്ലാഹ്, തീർച്ചയായും ഞാനാകുന്നു അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറൊരു ഇലാഹുമില്ല. മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല സംസാരിക്കുകയാണ്. ഞാനാകുന്നു അല്ലാഹു, ഞാനല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല, ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് ഫഅ്ബുദ്നി, നീ എന്നെ ആരാധിക്കണം. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു തആല നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നതായി സൂറത്തു ത്വാഹയിലെ 13-14 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തു യൂനുസിന്റെ 87-ാമത്തെ ആയത്തിൽ പറയുന്നു, വഅൗഹൈനാ ഇലാ മൂസ വഅഖീ, നാം മൂസ അലൈഹിസ്സലാമിനോടും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനിനും വഹി നൽകി, അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂത, നിങ്ങളുടെ ഖൗമിന് വേണ്ടി ഈജിപ്തിൽ ഭവനങ്ങൾ ഒരുക്കണമെന്ന്, വജഅലൂ ബുയൂതകും ഖിബ്ല, വജഅലൂ ബുയൂതകും ഖിബ്ലതൻ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖിബ്ലയാക്കണമെന്നും ഞാൻ അവർക്ക് വഹി നൽകി. വഅഖീമുസ് സ്വലാത, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്നും, വബശ്ശിരിൽ മുഅ്മിനീൻ, നീ മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്നും ഒക്കെ നാം അവർക്ക് വഹി നൽകിയെന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമസ്കാരം പ്രവാചകന്മാരുടെ ചര്യയാണ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്, തിന്മകളിൽ നിന്ന് നമ്മെ തടയുന്ന മഹത്തായ ഇബാദത്താണ്. നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കുവാനുള്ള ഹേതുവാണെന്ന് മനസ്സിലാക്കി കൃത്യമായ മനസ്സാന്നിധ്യത്തോടുകൂടി മുറപ്രകാരം തെറ്റിക്കാതെ നമസ്കാരം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ദാവൂദ് അലൈഹിസ്സലാമിന്റെ നമസ്കാരത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാദിന്റെ 24-ാമത്തെ ആയത്തിൽ അറിയിക്കുന്നുണ്ട്. ഇസ്തഗ്ഫറ റബ്ബഹു വഖറ റാകിഅൻ വഅനാബ്, ദാവൂദ് അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും റുകൂഇലായിക്കൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു എന്നാണ് അല്ലാഹു തആല അറിയിക്കുന്നത്. അതുപോലെ തന്നെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടു. പ്രതീക്ഷ കൈവിടാതെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹം മിഹ്റാബിൽ, മിഹ്റാബ് എന്ന് പറയുമ്പോൾ നമസ്കരിക്കുന്ന പ്രത്യേകമായ ഒരു സ്ഥലമെന്ന് മനസ്സിലാക്കാം. ആ ഒരു സന്ദർഭത്തിൽ മിഹ്റാബിൽ വെച്ച് അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ മലക്കുകൾ അദ്ദേഹത്തിന് സന്താനത്തെപ്പറ്റി സുവിശേഷം അറിയിച്ചു. ഫനാദത്തുഹുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ അല്ലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ മലക്കുകൾ വിളിച്ചു പറഞ്ഞു,
അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ, ഓ സക്കരിയ, താങ്കൾക്ക് അല്ലാഹു തആല യഹ്യ എന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു. മുസദ്ദിഖൻ ബികലിമത്തിൻ, അല്ലാഹുവിന്റെ വചനത്തെ, ബികലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവനായിരിക്കും ആ കുട്ടി. വസയ്യിദ, ആ കുട്ടി നേതാവായിരിക്കും. വഹസൂറ, ആത്മനിയന്ത്രണം പാലിക്കുന്നവനുമായിരിക്കും. വനബിയ്യം മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനുമായിരിക്കും അദ്ദേഹമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സന്തോഷ വാർത്ത മലക്കുകൾ സക്കരിയ അലൈഹിസ്സലാമിന് നൽകി. ആ സന്ദർഭത്തിൽ അദ്ദേഹം മിഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സംസാരിച്ച ആളാണ്. മുലക്കുടി പ്രായത്തിൽ തന്നെ, തൊട്ടിൽ പ്രായത്തിൽ തന്നെ അദ്ദേഹം സംസാരിച്ചതായിക്കൊണ്ട് അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താ? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. അതാനിയൽ കിതാബ, അല്ലാഹു തആല എനിക്ക് കിതാബ് നൽകുന്നതും വജഅലനി നബിയ, എന്നെ നബിയാക്കുന്നതുമാകുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുൻതു, എവിടെയാണെങ്കിലും എന്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും, അഥവാ മരണം വരെ എന്നർത്ഥം, നമസ്കാരത്തിനും സക്കാത്തിനും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, എന്നെ ഉപദേശിച്ചിരിക്കുന്നു എന്ന് സൂറത്തു മറിയമിന്റെ 30-ാമത്തെയും 31-ാമത്തെയും ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കരിക്കുവാനുള്ള കൽപ്പന ഒട്ടനവധി ആയത്തുകൾ കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു ആയത്ത് നമുക്കെല്ലാം പരിചയമായ സൂറത്തുൽ കൗസറിലെ ആയത്താണ്. ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ നബിയെ, താങ്കൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. രണ്ട് വ്യാഖ്യാനമുണ്ട്. നബിയെ, താങ്കൾക്ക് ഞാൻ ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു എന്നും, ഇന്നാ അഅതൈനാക ഖൈറൻ കസീറ, താങ്കൾക്ക് നാം ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നുവെന്നും വ്യാഖ്യാനമുണ്ട്. ശേഷം അല്ലാഹു പറയുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് നിന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി, റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പോൾ നമസ്കാരം എന്ന ഇബാദത്തിനെ സംബന്ധിച്ച് പ്രത്യേകമായ കൽപ്പന നമുക്ക് അവിടെ കാണാൻ കഴിയും. രാത്രിയിൽ നീ നമസ്കരിക്കുക, ഇന്ന സമയത്ത് നീ നമസ്കരിക്കുക എന്നുള്ള പ്രത്യേകമായ പരാമർശങ്ങൾ വേറെയും വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭാഗങ്ങളും നമുക്കറിയാവുന്നതാണ്. ചുരുക്കത്തിൽ എല്ലാ നബിമാരോടും കൽപ്പിച്ച മഹത്തായ കൽപ്പനയാണ് നമസ്കാരം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണത്. നമസ്കാരത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, അല്ലാഹുവിനെ വാഴ്ത്തുന്നു, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നു, അവനെ സ്തുതിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, ഒരുപാട് പാപമോചന പ്രാർത്ഥനകൾ നടത്തുന്നു. അങ്ങനെ പല കാര്യങ്ങളും സമ്മേളിക്കുന്ന വലിയൊരു ഇബാദത്താണ് നമസ്കാരമെന്നത്. കൃത്യമായ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമസ്കാരം കാരണമായി തീരും. നമ്മുടെ ദറജകൾ വർദ്ധിക്കാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും അത് ഹേതുവായി തീരും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം നമസ്കാരത്തിലാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭക്തിയുള്ളവരായ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് നബിമാരെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്. ഉലൈക الذين انعم الله عليهم من النبيين والصديق من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا. അല്ലാഹു തആല പറയാണ്, അവരെയെല്ലാം അല്ലാഹു തആല അനുഗ്രഹിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാമിന്റെ സന്തതികളിൽപ്പെട്ടവർ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ അല്ലാഹു കയറ്റി രക്ഷിച്ച ആളുകൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്രായേൽ അലൈഹിസ്സലാമിന്റെയും സന്താന പരമ്പരയിൽപ്പെട്ടവർ അല്ലാഹു തആല ഹിദായത്ത് നൽകുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തവരാണവർ. ശേഷം അല്ലാഹു പറയുന്നു, ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയ, അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ സുജൂദിലായിക്കൊണ്ട് കരഞ്ഞു വീഴുന്നവരായിരിക്കും.
നമസ്കാരവുമായി ബന്ധപ്പെട്ട പരാമർശമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ശേഷം ഒരു വിഭാഗം ആളുകൾ കടന്നു വരും. എന്നാൽ നബിമാർക്ക് ശേഷം ഈ ആളുകൾക്ക് പുറമെ മറ്റൊരു വിഭാഗം ആളുകൾ കടന്നു വരും. അവരുടെ പ്രത്യേകത എന്താ? അവർ നമസ്കാരം പാഴാക്കും. ദേഹേച്ഛകൾ അവർ പിൻപറ്റുകയും ചെയ്യും. അവർ ചെയ്യുന്ന ആ ദുർമാർഗത്തിന്റെ പരിണിതഫലം അവർ കണ്ടെത്തുകയും ചെയ്യുമെന്ന് അല്ലാഹു തആല സൂറത്തു മറിയമിന്റെ 58-59 ആയത്തുകളിൽ നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിയോടുകൂടി നമസ്കരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച മാതൃകയാക്കിക്കൊണ്ട് നമസ്കാരം കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.